ശ്രീമതി പതാകസ്വാമിനാമിനെ നമ ആചാര്യപാദായ നിത്യകൃപായ ഗൗരഗതാനാമുലായ നഗരഗ്രാമധാരണേ നമോ ഓം വിഷവാദായ കൃഷ്ണപ്രേഷ്ഠായ ബോധനെ ശ്രീമതി ഭക്തിവേദാന്തസ്വാമിനാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ സത്യവാദി പാശ്ചാത്യദേശധാരണേ ജയ ശ്രീകൃഷ്ണ പ്രഭു നിത്യാനന്ദ ശ്രീയദ്വൈതരാധര ശ്രീവാസാദി ഗൗരവത്വന്ത ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുമഹാരാജിൻ്റെ വ്യാസപൂജ ആഘോഷിക്കുന്ന ദിവസമാണ്. ഗുരുമഹാരാജ് ഞാൻ ബൽറാം ദേശിലാണ്, അതായത് ബഹ്റിൻ, വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. ഗുരുമഹാരാജ് അവിടെ 3 അമ്പലമാണ് ഉണ്ടായിരുന്നത് ബഹ്റിനിൽ. അപ്പം കൊല്ലത്തിൽ 3 വർഷം 3 തവണ അദ്ദേഹം വരുവാണ്. ഓരോ അമ്പലത്തിൽ ഓരോ തവണ താമസിക്കും. അപ്പോൾ ഗുരുമഹാരാജ് സേവനം ചെയ്യാൻ ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2 അമ്പലം ഒരുമിച്ചായിട്ട് സ്കോൺ ബഹ്റിനായി. ഞങ്ങളിപ്പോഴും ശ്രീ ശ്രീ രാധാ ഗോപാലകൃഷ്ണൻ. അപ്പോൾ എനിക്ക് ഗുരുമഹാരാജ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂർ ഇലക്ഷൻ എടുത്ത് കഴിഞ്ഞു, സെക്കൻഡ് ഇലക്ഷൻ എടുത്ത് കഴിഞ്ഞു. അദ്ദേഹം വന്ന സ്കോൺ ബഹ്റിൻ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ കിട്ടിയ സമയമായിരുന്നു ബഹ്റിനിൽ. ആദ്യമാണ് ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി ആക്ടിവിറ്റീസിൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ കിട്ടിയത്. അപ്പോൾ അദ്ദേഹം അവിടെ വേറെ അമ്പലത്തിൽ നൈമിഷാരത്തിൽ താമസിക്കുന്നത്. കാരണം അവിടുത്തെ ഒരു പ്രൊമോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ദിവസം അവിടെ താമസിക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ അമ്പലത്തിലേക്ക് വരാൻ തോന്നും. അപ്പോൾ ഞാൻ പോയി തലേദിവസം പോയി ലഗേജ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ അമ്പലത്തിൽ ചോദിച്ചു. പിറ്റേ ദിവസം അവിടെ ചെന്ന് ആ ലഗേജ് കൊണ്ടുപോകാൻ വന്നപ്പോൾ അദ്ദേഹം മോർണിംഗ് വാക്കിൽ വരും. ദിവസവും ഗുരുമഹാരാജിന് മോർണിംഗ് വാക്ക് ഉണ്ട്. അപ്പോൾ കൂടെ അവിടെ ഉള്ളവർ ആരെങ്കിലും പോകും. അപ്പോൾ അസോസിയേഷൻ കിട്ടാൻ നല്ലൊരു ചാൻസുള്ള സമയമാണ് വർത്താനം പറയാനും. അതിനിടയ്ക്ക് ഗുരുമഹാരാജ് ക്ലാസ് എടുക്കുകയും ചെയ്യും. അങ്ങനെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ യു കെയിം ടു ടേക്ക് മൈ ലഗേജ് അത് എഴുതുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവിടെ കടന്നു കഴിഞ്ഞ് പറഞ്ഞു, നാളെ നീ വന്ന് തന്നെ നിങ്ങളുടെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ആരുമല്ല അത്രയ്ക്ക് ഇതൊന്നായിട്ട്. പക്ഷെ എന്തോ ഗുരുമഹാരാജൻ്റെ മേഴ്സി കൊണ്ട് അദ്ദേഹത്തിനെ ഞങ്ങളുടെ അമ്പലത്തിൽ കൊണ്ടുവരാനും അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് മോർണിംഗ് വാക്ക്, അന്ന് എക്സ്ട്രീം ക്ലൈമറ്റ് അവിടെ സ്വന്തം. അപ്പോൾ ആ സമയത്ത് അവിടെ സീ മഹലിലിങ്ങനെ ഉള്ളിൽ തന്നെ എയർ കണ്ടീഷൻ അവിടെ തന്നെ കുറേ നേരം നടന്ന് ഒരു 3 മണിയായി അമ്പലത്തിലേക്ക് എത്തിയിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ എത്ര നേരം. ഗുരുമഹാരാജ് പറയാൻ നമുക്ക് വരാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ നിന്ന് ഇനി ഇന്നത്തെ ദിവസം ഗുരുമഹാരാജിൻ്റെ ഗ്ലോറിഫിക്കേഷൻ കൂടുതലും വേണ്ടത്. നമുക്ക് അസോസിയേഷൻ കിട്ടിയതിനെ പറ്റി അധികം അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഗുരുമഹാരാജ് സ്പെയിൻ എയർപോർട്ടിൽ വെച്ച് ആരെയും ക്രിസ്ത്യൻ കണ്ടുപിടിച്ചത് കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വലിയ വിഷമമാണ്, ജീവിച്ചിരിക്കാൻ തന്നെ വലിയ വിഷമമായിരിക്കും, അഥവാ കിട്ടിയാൽ തന്നെ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ലോകം മുഴുവനും ഗുരുമഹാരാജിൻ്റെ ശിഷ്യഗണങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈ ഡോക്ടേഴ്സ് 3 മാസം പറഞ്ഞാൽ 2 മാസം കൊണ്ട് ശരിയാവുകയും അദ്ദേഹത്തിൻ്റെ സംസാരശേഷി യാതൊരു കുഴപ്പമില്ലാതെ നടക്കുകയും ചെയ്തത്. എന്നിട്ടും ലോകം മുഴുവൻ അദ്ദേഹം റീച്ച് ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് അദ്ദേഹം 2 സെക്രട്ടറിമാരെ കൂടുതലുണ്ടായിരുന്നു. ഒന്നിലെ ശ്രീ മഹാരാജ പ്രഭു അല്ലെങ്കിൽ ഏകനാഥ് പ്രഭു. ഇവർ 2 പേരിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവുക. പിന്നെ വേറെ ഇപ്പം വർഷങ്ങളായിട്ട് അദ്ദേഹം സുഖമില്ലാത്തതുകൊണ്ട് എന്നാലും എവിടെ ലോകം മുഴുവൻ നടന്ന പ്രചരണം നടത്തണം, ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഭഗവാന്റെ കാര്യം പറയും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വൃന്ദാവൻ പരിക്രമയായിരുന്നു. വൃന്ദാവൻ പരിക്രമയിൽ 9-ാം തീയതി ഇനീഷ്യേഷൻ സെറമണി നടത്തേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനിടയ്ക്ക് വെച്ച് അസുഖം വന്നു കഴിയുമ്പോൾ വേഗം ഡൽഹി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. ആ പരിക്രമ മുഴുവനാക്കാൻ പറ്റില്ല. ഡൽഹി എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 9-ാം തീയതി ഇനീഷ്യേഷൻ സെറമണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുമഹാരാജിനോട് ഗുരുവായൂർ പോകുന്ന പറയുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു യാത്ര ചെയ്യാൻ പാടില്ല, നിർബന്ധമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു. ആര് പറഞ്ഞാലങ്ങനെ അനുസരിക്കില്ല. പക്ഷെ മഹാവരാഹപ്രഭു പറഞ്ഞു ചെയ്യാൻ ഗുരുമഹാരാജ് അനുസരിക്കും. കാരണം പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ആയിരാരോഗ്യം നോക്കുന്നത് മഹാവരാഹപ്രഭു. അത് കഴിഞ്ഞിട്ട് രാംനവമിക്കും വ്യാസപൂജയ്ക്കും മയാപ്പൂര് വരണം നിർബന്ധം പിടിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇന്ന് ഡൽഹിയിലെ നോയിഡ നമ്മുടെ സ്പോൺ സെൻ്ററിൽ വെച്ചാണ് ഗുരുമഹാരാജിൻ്റെ വ്യാസപൂജ.
ഇനി ആളുകൾക്ക് അധികം പറയാനുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ ശരിക്കും ഒരു കാര്യം കൂടി പറയാനാണ്. ഇന്നത്തെ ദിവസം ഗുരുമാരായ ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ. നമുക്ക് ഏവർക്കും മഹാഭാരത ശ്രീലപ്രഭുവാദിനോടും നരസിംഹവാദിനോടും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗുരുമാരായ വേഗം സുഖമായി ഹരേ കൃഷ്ണ പറയാം. കാരണം ഒരുപാട് നമ്മൾ ഇപ്പം തന്നെ സമയം ഒരുപാട് പറയുകയാണെങ്കിൽ ഗുരുവായൂരനെ ഓർപ്പിക്കാൻ ഞാൻ എത്രയും പറഞ്ഞാൽ തീരാത്തത്രയും. അപ്പം അതുകൊണ്ട് അടുത്ത ആളെ എനിക്ക് ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ.